ആ ഇറങ്ങട്ടെ, വേഗം ഇറങ്ങട്ടെ. പുറകെ പോയി കയറ, പുറകെ പോയി കയറ. ഒരു ചെറിയ ടിക്കറ്റ് മുറിച്ച പറീസേ. ഇറങ്ങുന്നില്ലേ? ഇല്ല, ഇറങ്ങുന്നില്ല. എന്താ പെട്ടെന്നൊരു മനംമാറ്റം? റിട്ടേൺ ട്രിപ്പിന് കാണുമോ? റിട്ടേൺ ട്രിപ്പിൽ കാണും, പക്ഷെ തൻ്റെ കൂടെ ഞാനില്ല. ഞാൻ ആ ഗോമതിയുടെ കൂടെ ഉള്ളൂ. അവളാകുമ്പോൾ എന്നെ വീടിൻ്റെ പടിയെ കൊണ്ടിറക്കും. താൻ എന്നെ പെരുവഴി തള്ളുകയല്ലേ. ആ പോട്ടെ റായ്. ആ വേഗം കയറ്, വേഗം കയറ്. റായ്. നമ്മുടെ നാട്ടിലെ ബസ് യാത്രയും കോട്ടയ്ക്കലെ പിഴിച്ചിലും രണ്ട് സമം. ആ മുറിച്ച് മുറിച്ച് ചുരുട്ടി ചുരുട്ടി തള്ളിക്കോ. ഭക്ഷണ കാര്യത്തില് സ്വയം പര്യാപ്തത നേടിയെന്നാ ഭരണകൂടം പറയുന്നത്. ഇനി പുകയുടെ കാര്യത്തിൽ കൂടെ അത് നേടിക്കഴിഞ്ഞാ ബഹു സന്തോഷം. അടുത്ത നൂറ്റാണ്ടാകുമ്പോഴത്തേക്ക് പുക കിട്ടാതെ ഒറ്റ ഇന്ത്യക്കാരനും കഷ്ടപ്പെടരുത്. എന്നാടോ വെച്ചത് തന്നെ മരുന്ന്. വേദന വരുമ്പോ ഒന്നായിട്ട് വിഴുങ്ങണ്ട, ഓരോ ഔൺസ് രാവിലെ വെറും വയറ്റില് മാറിക്കോളൂ. ഈ വൈദ്യർക്ക് പിഴക്കില്ല. മൾട്ടിനാഷണൽ കമ്പനി മാതിരിയല്ല. കർമ്മത്തിൽ മനുഷ്യത്വവും സത്യവും ഉള്ളവനാ. ഉപ്പ് തീർന്നാ പറഞ്ഞോ, ഇനി ശരിപ്പെടുത്താം. അധികമൊന്നും ആയില്ലടോ. ഇനി ആയാ തന്നെ നീ തരണ്ട. പോരെ, എവിടെ വല്ലതും ഉണ്ടോ? ഓ, ഇതിലും ഉണ്ടല്ലോ ഒരു കോടതി നോട്ടീസ്. ഇതേത് കേസാണാവോ? പോയ കേസ് എന്തായി? ഓ, എന്താവാനാ, കുറെ വക്കീലിന് കൈമടക്കി. നീതിപതിക്ക് സകലതും ഒരു തമാശ. സർവം മംഗളം. ആഹാ, നല്ല സ്റ്റൈലും പാട്ട്. മന്നാടയാ പോട്ടോ. സ്വയം നാറിയിട്ട് വയ്യ. ഒരാഴ്ചത്തെ വേർപ്പുണ്ടേ, ഒരു കുളി അത്യാവശ്യം. ഈ വേഷത്തിലെങ്ങാനും പോകേണ്ടി വന്നാൽ നരകത്തിൽ പോലും തന്നെ എടുക്കില്ല. ഒറ്റക്കൊണ്ടേ താലൂക്ക് ഓഫീസർ ഒന്ന് പോണം. അതാ ഇവിടെ ഇറങ്ങിയ. ഓട്ടോ വല്ലതും കിട്ടുമോ ആവോ? ഓട്ടപ്പോ അല്ലെങ്കിൽ വേണ്ട, നടക്കാം. നീ ഒരു വീട് ഇങ്ങെടുത്തേ. ഓ, ഈ കത്ത് പോസ്റ്റ് ചെയ്യാൻ മറന്നുപോയല്ലോ. ഞാൻ എന്തൊരു മനുഷ്യൻ. ആർക്കാണാവോ? ഇത് ഇത്തിരി അതിസ്നേഹമാണോ? എനിക്ക് ഉണ്ടോ ഇത്തിരി ഹൃദയബന്ധങ്ങളൊക്കെ. ഇതിന് ഇന്ന് പോവെന്ന് തോന്നുന്നില്ല. ഛേ, ഇങ്ങനെ ഉണ്ടൊരു മറവി. ഓട്ടറോ, സാരമില്ല.
പഞ്ചായത്ത് റോഡ് ഇപ്പൊ എങ്ങനെ ഓട്ടോ പോവോ? ആ പോവും. ആ. അല്ല വരുന്ന വഴിയാ. അതെ. ദേവകി ടീച്ചറിന്റെ അല്ലേ? അതെ, ഇറങ്ങിയപ്പോഴേ ആളെ എനിക്ക് മനസ്സിലായി. കൊല്ലത്തിൽ ഒരു പ്രാവശ്യം കണ്ടാൽ എന്താ, ആളെ ഈ അച്ചൂര് വെച്ചൂല. എനിക്ക് മനസ്സിലായില്ല, പക്ഷേ ഈ ശബ്ദം മതി ദേവകി ടീച്ചർ പണ്ട് ചന്തിക്ക് തന്ന തല്ലിന്റെ വേദന ഓർക്കാൻ. അല്ല, കഴിഞ്ഞ പ്രാവശ്യം കണ്ടതിനെക്കാട്ടിലും ക്ഷീണിച്ചൊരു ബീഡിക്കുറ്റി പോലെ ആയല്ലോ. ഈ ചുരുട്ടല് മാത്രമല്ല വലിയുണ്ടല്ലേ? അങ്ങനെയൊന്നുമില്ല. അല്ല പയ്യന്മാരും വിളിക്കാം. വേണ്ട, പയ്യന്മാർ ഇതെടുത്താ പൊടിഞ്ഞു, പിന്നെ അവന്മാരെ ഞാൻ എടുക്കേണ്ടി വരും. അധികം വലിക്കണ്ട കേട്ടോ, ചുരുട്ടല് മാത്രം മതി. ആ ഏയ്, മേരി ഹോളി ഏഞ്ചൽസ് കോൺവെന്റ്. കുമാരേട്ടൻ. എന്റെ കുമാരേട്ട, ഒരു കത്തെഴുതുമ്പോ അത് നേരാവണ്ണം പോസ്റ്റ് ചെയ്യണമെന്ന് അറിഞ്ഞൂടെ? വേഗം ചെന്ന് മറുപടി എഴുതി വാങ്ങിക്കേ, കുമാരേട്ടൻ കാത്തിരിക്കും. ഓട്ടോ. സാറ് ലീവിന് വരികയാണല്ലേ? അതെ. സാറേ, ഡൽഹിയിൽ പ്രശ്നങ്ങളൊക്കെ എങ്ങനെയുണ്ട്? ഓ, പ്രശ്നങ്ങൾ തന്റെ ഓട്ടോയിലുള്ള അത്ര പ്രശ്നമൊന്നും അവിടെ ഇല്ല. ഒരുവിധ സുഖ. സാറിന് എത്ര മാസത്തെ ലീവ് ഉണ്ട്? തന്റെ അമ്മയുടെ സംബന്ധം കഴിയുന്നവരെ മുന്നോട്ട് നോക്കി ഓടിക്കണോ? വീസ കൊടുക്കാമെന്ന് പറഞ്ഞ ആളെ പറ്റിക്കുന്ന മാമു ഹാജിയുടെ മൂത്ത സന്താനം അല്ലേടാ നീ? അതെ. നീ എപ്പോഴാ ഓട്ടോ ഓടിക്കാൻ പഠിച്ചത്? 2 മാസമായി. ഗൾഫിൽ പോകാൻ വേണ്ടി പഠിച്ചതാ. പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഗൾഫിൽ ഓട്ടോ ഇല്ലെന്ന്. വിസ തരാന്ന് പറഞ്ഞ ബാപ്പ നമ്മളെയും പറ്റിച്ച്. ഇപ്പൊ ഇത് തന്നെ നമ്മുടെ ഗൾഫ്. ആരാ നിന്നെ ഓടിക്കാൻ പഠിപ്പിച്ച്? ഡ്രൈവർ തങ്കച്ചനാ സാറേ. തങ്കച്ചൻ സാറിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. സാറ് പട്ടാളത്തിലല്ലേ? ആ അതെ അതെ. ആ തങ്കച്ചനോട് എന്നെ വന്നൊന്ന് കാണാൻ പറ. എന്തിനാ സാറേ? നിന്നെ ഈ കോലത്തിൽ ഡ്രൈവിംഗ് പഠിപ്പിച്ചതിന് അവനിട്ട് 2 പൊട്ടിക്കാൻ. മുന്നോട്ട് നോക്കി ഓടിക്കടാ. ഇവിടെ തന്നെ എന്നോ? ഇപ്പൊ വരാം. ചെറിയ ഓട്ടോ. ഇത് ചെറിയ ഓട്ടാണ് തന്നോട് ആരാ പറഞ്ഞത്? ഞാൻ ഇത്തിരി വലുതായിട്ട് ഓടാൻ പോവാ. അത് വിശാലാക്ഷി ടീച്ചറാ. കൂടെയുള്ള രൂപയും സൗമ്യം എന്റെ വണ്ടിയിലേക്ക് കയറൂ. ആ പഞ്ചാര മുട്ടകള് ഇന്ന് എന്തായാലും തന്റെ വണ്ടി കയറുന്ന വിചാരിക്കണം. നോക്കിക്കോ. എന്താ എന്ത് പറ്റി? അല്ലാ, ക്ലച്ച് വരെ പൊട്ടി. പൊട്ടും, അതാ പറഞ്ഞത്. കണ്ട പെമ്പിള്ളാരുടെ വായി നോക്കി വണ്ടി ഓടിച്ച ക്ലച്ച് വേറല്ല, തന്റെ നട്ടല് വരെ പൊട്ടും. ഇനി ഞാൻ നടന്നോളാം. സാറിന് മന്ത്രവാദം അറിയോ? എന്താ? അല്ല, പറഞ്ഞ പോലെ പറ്റി. ആ, മന്ത്രവാദം അറിയാം. തനിക്ക് കാണണോ? വേണ്ട. തന്നെ ഞാനൊരു എരുമയാക്കട്ടെ. അയ്യോ വേണ്ട സാർ. പണ്ട് ഞാനൊരു ഗോപാലൻ നായരെ പശുവാക്കിയിട്ടുണ്ട്. കാണണോ? വേണ്ട സാർ, വേണ്ട. അല്ല, എങ്ങനെയുണ്ടാ പട്ടാളക്കാര്? ഹലോ ഹലോ. My God. Hey. 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 പേടിക്കണ്ട, ഞാൻ ഹോസ്പിറ്റലിൽ എത്തിക്കാം.
വീട് സ്വന്തം തന്താണെന്ന് നോക്കടാ. ഇത്തിരി ശ്വാസം ബാക്കിയുണ്ട്. നോറികള് നിർത്ത. ഇത് തട്ടിയാണോ ഇയാള് വീണത്? അയ്യോ അല്ല സാർ. എന്തോന്നല്ല, ഇങ്ങോട്ടിറങ്ങ. ഇയാളെ ആശുപത്രിയിൽ എത്തിക്കണം. വണ്ടി വിടല്ലേ, ഞാനിപ്പോ വരാം. ഏതായാലും കൊണ്ടുവന്നില്ലേ, ഇനി ഇത്തിരി ചോര കൂടി കൊടുക്കണം. നല്ലപോലെ ബ്ലീഡിംഗ് ഉണ്ടായിട്ടുണ്ട്. ആക്സിഡന്റ് ആയതാണോ? അറിയില്ല, വഴിയിൽ വീണ് കിടക്കുന്ന കണ്ടു. മരിച്ചിട്ടില്ല എന്ന് മനസ്സിലായപ്പോ എടുത്തോണ്ട് വന്നു. ആരാണ് എന്താണെന്നൊന്നും അറിയില്ല. അപ്പൊ നിങ്ങളുടെ വണ്ടി തട്ടിയതല്ലേ? അല്ല, ഇയാളാരാ? ഐ എം വിജയ് മേനോൻ, ക്യാപ്റ്റൻ വിജയ് മേനോൻ. ആർമിയിലാണ്.